ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈബോട്ട്. ഇന്ന് നമ്മൾ സൺകോനിയറിൻ്റെ ചിക്സിനെ എങ്ങനെയാണ് ഫീഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ബേഡ്സിനെ മേടിക്കുന്നതും പിന്നെ ഇതുപോലത്തെ ചിക്സിനെ ഫീഡ് ചെയ്യുന്നതും. ഈ സൺകോനിയർ എന്ന് പറയുന്നത് നമ്മുടെ കോനിയറിൽ മാർക്കറ്റുള്ള ഒരു ബേഡാണ്. അപ്പോൾ അതിൻ്റെ ചിക്സാണത്. 20 days എന്നാണ് നമ്മൾ മേടിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനെയാണ് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരു ദിവസം ആവണുള്ളൂ. അപ്പോൾ ഈ ചിക്സ് ആവുമ്പോൾ നമ്മളായിട്ട് പെട്ടെന്ന് ഇണങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ചിക്സിനെ ചെറിയ കുട്ടികളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ രണ്ടെണ്ണത്തിനും ഓരോ പേരിട്ടുണ്ട് തൽക്കാലം. അത് മെയിലാണോ ഫീമെയിലാണോ നമുക്കറിയില്ല. അപ്പോൾ ലിയോ, മിക്കി എന്നാണ് ഇട്ടാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുന്നത് ഇവരെ വീഡിയോസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫീഡ് ചെയ്യണത് കാണാം. ഇവന്മാരെ നമുക്ക് സിറിഞ്ചിൻ്റെ നമ്മൾ സിറിഞ്ച് വെച്ചിട്ടാണ് ഫീഡ് ചെയ്യണത്. പിന്നെ ഇവന്മാരെ നല്ലപോലെ ഫീഡ് എടുക്കണമുണ്ട്. പിന്നെ ഈ കുട്ടി ക്വാളിറ്റിയുടെ വൈസ് ആയാലും കുഴപ്പമില്ലാത്ത കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ അവിടെ നിന്ന് തിരഞ്ഞെടുത്തപ്പോഴും. അപ്പോൾ ഇതാണ് A19 ഇവന്മാർക്ക് കൊടുക്കുന്ന ഫീഡ്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീഡാണ്. ഗ്രോത്ത് നല്ലപോലെ കാണിക്കും. അപ്പോൾ ആ ഫീഡാണ് ന്യൂട്രീഷൻ A90. അതാണ് നമ്മൾ കൊടുക്കുന്ന ഫീഡ്. പിന്നെ ഇത് ഇപ്പോൾ ചിക്സ് ആയ കാരണം നമ്മൾ കൊടുക്കുന്നത് 4 പ്രാവശ്യമാണ് കൊടുക്കുന്നത് ഫുഡ് ഐറ്റം. അത് കാലത്ത്, ഉച്ചയ്ക്ക്, പിന്നെ വൈകിട്ട്, പിന്നെ രാത്രി. അപ്പോൾ അങ്ങനെ ഒരു 12 ml വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ല. അപ്പോൾ ഇവന്മാർ നമ്മൾ എങ്ങനെയാണ് ഇവന്മാർ ബോഡി ഇത് നോക്കിയിട്ടാണ്, തൊണ്ട നോക്കിയിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പെർഫെക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് ബെറ്ററായിട്ട് കൊടുക്കുക, പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ എത്ര പ്രാവശ്യം കൊടുക്കണം, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുക. പിന്നെ ഈ ബേഡ് ചിക്കൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇത് കാണുന്നവർ. പിന്നെ അതിപ്പോൾ നല്ലപോലെ ഇപ്പോൾ ഫീഡ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തൂവലൊക്കെ വരാൻ ഏകദേശം അവർ പറഞ്ഞത് 2 to 3 weeks എന്നാണ് പറഞ്ഞത്. മൊത്തത്തിലൊന്ന് തൂവൽ വരാൻ എടുക്കുന്ന ടൈം. പിന്നെ ഇനിയിപ്പോൾ അവർ മെയിലോ ഫീമെയിലാണെന്ന് അറിയാൻ അവരെ DNA ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഫീഡ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ സിറിഞ്ച് ഇത് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ കൊടുക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ദഹനം നടക്കുകയും ചെയ്യും. നമ്മൾ പതുക്കെ ആണ് ഫീഡ് കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഫീഡ് എടുത്ത് തുടങ്ങി. പിന്നെ ഞാൻ ചിക്സ് മേടിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളായിട്ട് കൂടുതൽ ഇണങ്ങി വരിക നമ്മൾ ചിക്സിനെ മേടിക്കുമ്പോഴാണ്. ചെറുപ്പത്തിൽ മേടിക്കുമ്പോഴാണ് അവർ കൂടുതൽ ഇണങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് ചിക്സിനെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ 4 നേരം ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് 2 നേരമൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ബേഡ്സിനെ എടുക്കുക. ഇതിനെക്കാളും ഫെദറൊക്കെ വന്ന സെൽഫ് ഈറ്റിംഗ് ആയിട്ടുള്ള ബേഡ്സിനെ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എൻ്റെ പേരൻസ് ഞാൻ ഇല്ലാത്ത സമയത്ത് നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്സിനെ എടുത്തത്. പിന്നെ അത് മാത്രമല്ല, ഇവർ നമ്മളായിട്ട് കൂടുതൽ ഇണങ്ങുക കൊച്ചു ചെറുപ്പത്തിൽ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് ഇവരെ ഗ്രോത്ത്, ഇവരെത്രത്തോളം വലുതാവണം ഓരോ വീക്കിലും, അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇവരെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചർ വീഡിയോസായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ആർക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഫ്യൂച്ചറിൽ അതൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ക്രിയേറ്റ് ചെയ്യണതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഫുഡ് ഏകദേശം കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി അടുത്ത കുട്ടീനെ നമുക്ക് എടുക്കാം. ഇത് ഇവനെക്കാട്ടും കുറച്ചും കൂടിയും ഫെദറൊക്കെ വന്നതാണ്. നമുക്ക് മെയിൽ ഫീമെയിൽ ഇപ്പോൾ തിരിച്ചറിയില്ല. അത് DNA ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവൻ കുറച്ച് പാവമാണ്. അപ്പോൾ ഇവനെ കുറച്ചും കൂടി ഫീഡ് ചെയ്യാൻ എളുപ്പം അവനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇവൻ ഫീഡ് സ്ലോയിലാണ് എടുക്കുന്നത്. ഫാസ്റ്റായിട്ട് കഴിക്കും, പക്ഷേ ഇങ്ങനെ ഈ
ഹെഡ് ഷേക്ക് വരില്ല, പെട്ടെന്ന് ഹെഡ് ഷേക്ക് അധികം ചെയ്യില്ല ആൾ കുറച്ചും കൂടി സൈലൻ്റാണ് മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ പേരിട്ടണത് മിക്കി എന്നാണ്, മറ്റവൻ ലിയോ. ഇവൻ അത്യാവശ്യം സ്റ്റേബിളായിട്ട് ഫുഡ് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ഹെഡ് ഷേക്ക് കുറവാണ് ഫുഡ് എടുക്കുമ്പോൾ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫീഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇവന്. യെല്ലോ, ഗ്രീനും പിന്നെ ചെറിയ റെഡും വരുന്നുണ്ട് കളറ്. സൺകോനിയറിൻ്റെ കുട്ടികളാണ്, അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ വരുമെന്ന് വിചാരിക്കുന്നു വലുതാകുമ്പോൾ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, ഇതിന് എക്സ്പേർട്ടായിട്ടുള്ളവർ മാക്സിമം കമൻറ്റ്സ് ഇടുക. ഇതിനെ പെർഫെക്റ്റായിട്ട് എങ്ങനെ നോക്കാം, എന്തൊക്കെ ഫ്യൂച്ചറിൽ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ്, അതെന്തൊക്കെ ഐറ്റംസ് കൊടുക്കാം എന്നുള്ളത് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. എന്നുവെച്ചാൽ ഞാനും ബിഗിനേഴ്സാണ്, അപ്പോൾ എന്നെ പോലെയുള്ള ബിഗിനേഴ്സിന് അത് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം. ഈ കുട്ടി അത്യാവശ്യം ഫീഡ് എടുക്കുന്ന കുട്ടിയാണ്. രണ്ടും 28 days എബോവ് എന്നാണ് പറഞ്ഞത്, 20 days എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഫിദർ വരാൻ 2 weeks എടുക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ എനിക്കറിയാത്ത വല്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ അതപ്പോൾ ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടും. ഇപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ഏറ്റവും നല്ല ബേർഡ് ഏതാണ് എടുക്കാൻ പറ്റിയത് മാർക്കറ്റിൽ, അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ ഒരു ഫുഡ് ഐറ്റംസ്, പിന്നെ എങ്ങനെ ഒരു നല്ല കുട്ടി ബേഡ്സിൽ തിരഞ്ഞെടുക്കാം. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതും കൂടിയൊക്കെ ഒന്ന് പറയുക. വോക്ക് ചെയ്യുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ലെഗ്സിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതാണ് 2 കുട്ടികൾ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തു. ഇനി ഇവന്മാർ ജസ്റ്റ് ഒന്ന് കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇവന്മാർക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടിൽ കയറ്റി പിന്നെ ഒരു 4 hours 5 hours കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫുഡ് കൊടുക്കും. അങ്ങനെ 4 തവണയാണ് ഫുഡ് ഐറ്റംസ് കൊടുക്കുക. ഇവന്മാരപ്പോൾ സ്റ്റേബിളായിട്ട് നിർത്തിയിട്ട് കാണിക്കുന്നതാണ് ഇവന്മാരെ പിക്ക്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇവന്മാർക്ക് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും പെർഫെക്റ്റായിട്ട് അറിയുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തല്ലൂട്ടം ചെറുതായിട്ട് തുടങ്ങി, ഇനി ഇവന്മാർ കൂട്ടിൽ കയറ്റണം, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ തല്ലൂടി നിൽക്കും. കൂട്ടിലായാലും പതുക്കെ തല്ലൂടും, പക്ഷേ പ്രശ്നമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള തല്ലൂട്ടങ്ങൾ ഇത്രമാത്രം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എനേബിൾ ബെല്ലൈക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വീഡിയോസ് ഇവരെ ഗ്രോത്തിന് പറ്റിയിട്ടുള്ളതൊക്കെ ഫ്യൂച്ചർ വീഡിയോസായിട്ട് വരുന്നതാണ്. ഇവന്മാരെ പതുക്കെ കൂട്ടിലേക്ക് കയറ്റണം. ഇതിലിപ്പോൾ ഇട്ടണത് ഇതിപ്പോൾ ഒരു കൂടും, പിന്നെ അടിയിൽ മരത്തിൻ്റെ ചിന്തൂര് പൊടിയാണ് ഇട്ടത്.